സാഹിത്യത്തിൽ വലിയ സാന്നിധ്യം അറിയിച്ച അനേകം കഥാപാത്രങ്ങളുണ്ട്. ഇന്നിവിടെ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. പുസ്തകത്താളുകളിൽ നിന്നും വേദിയിലേക്ക് കടന്നു വരുന്ന ആ പ്രിയപ്പെട്ട കഥാപാത്രങ്ങളെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഖസാക്കിന്റെ ഇതിഹാസത്തിൽ നിന്നും രവി, ജീവിതത്തിൽ നിന്ന് ഓടിപ്പോകാം, പക്ഷേ സ്വന്തം മനസ്സിൽ നിന്ന് ഓടാൻ കഴിയില്ല. നിരീശ്വരനിൽ നിന്നും ആന്റണി, ജീവനില്ലാത്ത കല്ലും മരവും ചേർന്നതല്ലേ പള്ളിയും അമ്പലവും, പിന്നെ മനുഷ്യൻ എന്തിനാണ് ഭയന്ന് ജീവിക്കുന്നത്. ഗോവയിൽ നിന്നും അരവിന്ദാക്ഷൻ, ജീവിതം ചിലപ്പോൾ നമ്മളെ പരീക്ഷിക്കും, പക്ഷേ മനുഷ്യ തളരാതെ നിന്നാൽ വഴികൾ തുറന്നു വരും. ഇന്ദുലേഖ, സ്ത്രീയുടെ അറിവും ആത്മാഭിമാനവും ആർക്കും അടിച്ചമർത്താൻ കഴിയില്ല. ആനന്ദയിൽ നിന്നും ആനന്ദി, ചിലർ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് നമ്മളെ മാറ്റാനാണ്. ഞാൻ PN പണിക്കർ. വായനയിലൂടെ ഇത്തരം കഥാപാത്രങ്ങളെ അറിയുവാനും അവരുടെ പ്രവർത്തികളെ കുറിച്ച് ചിന്തിച്ച് വിവേകം നേടാനും ഭാവി തലമുറയെ പ്രാപ്തരാക്കാൻ കേരളത്തിൽ ഗ്രന്ഥശാലകൾ ആരംഭിച്ചു. എന്റെ ആജീവന പ്രയത്നമായിരുന്നു അത്. എന്നാൽ നിങ്ങൾ ഇന്ന് ഗ്രന്ഥശാലകളോ ഗ്രന്ഥങ്ങളോ കാണാറുണ്ടോ? ഇവിടെ പോയി നമ്മുടെ വായനാ ലോകം അറിയുക. ഈ നവമാധ്യമങ്ങളൊന്നും നമ്മുടെ പദസമ്പത്ത് വർദ്ധിപ്പിക്കുകയില്ല, ഭാവനയെ ഉണർത്തില്ല. ഭാവനയില്ലാത്ത ജനത വിവേക ശൂന്യരാകും. പ്രിയപ്പെട്ടവരെ, വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക.